വെൽക്കം ടു ഇക്കൻ ജോസോൺ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓൾറെഡി പ്രോസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിനകത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോസ് കോസ്റ്റിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് നിന്ന് മറ്റുള്ള ക്ലാസ് കൂടി കാണാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകളിൽ ഒന്നിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതിൻ്റെ തുടർച്ചയാണെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ്. അതിനകത്ത് ലോസ് ഇൻ വെയിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് പ്രീവിയസ് പ്രോസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അത് നോണാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കി ആ പ്രോസ് അക്കൗണ്ട് വരക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇതാണ് പ്രോബ്ലം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പ്രോസ് എൻ്റെ, പ്രോസ് ബീൻ്റെ, പ്രോസ് സീൻ്റെ ഉള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വേസ്റ്റേജിൻ്റെ എമൗണ്ട് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. വേസ്റ്റേജ് നമ്മൾ ബാലൻസ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രെഡിറ്റ് ഭാഗത്ത് വേസ്റ്റേജിൻ്റെ ബാലൻസ് ഫിഗറായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഉള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത് പ്രോസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയിറ്റ്, അതായത് ലോസ് ഇൻ വെയിറ്റ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ട്. അത് നോണാണ്. ലോസ് ഇൻ വെയിറ്റ് എന്നുള്ളത് നോണാണ്. 1000, 1500, 500 എന്നുള്ള ഓരോ പ്രോസസ്സിനകത്തുള്ള ലോസ് ഇൻ വെയിറ്റ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് പ്രോസസ്സിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. അത് സ്റ്റോക്ക് എന്നുള്ളത് അതായത് അത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ തരാത്ത കാര്യം എന്താണ്? പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഫിഗറായിട്ട് ഇവിടെ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്തുള്ള ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വേജസ് ആണ്, ഇത് എക്സ്പെൻസ് ആണ്, മെഷീൻ എക്സ്പെൻസ് ആണ്, ഇത് ഫാക്ടറി കോസ്റ്റ് ആണ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. എല്ലാത്തിൻ്റെയും ഇവിടെ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ള 24,000 ആണ്. ഇതൊക്കെ യൂണിറ്റ് ആണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് 37,000 ആണ് പ്രോസ് എൻ്റെ എന്നുള്ളത്. ബാക്കിയുള്ളതിൻ്റെ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സംഭവം. ഇതാണ് ബാക്കിയുള്ളതിൻ്റെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഫിഗർ വെച്ചിട്ട് ചെയ്യും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേസ്റ്റേജ് എന്നുള്ളത് ഓരോ പ്രോസസ്സിൻ്റെയുള്ള വേസ്റ്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോക്ക്, ക്ലോസ് സ്റ്റോക്ക് എല്ലാം ഇവിടെ തന്നിട്ട് എല്ലാം ഇവിടെ ഇതൊക്കെ എന്താണ് യൂണിറ്റാണ്. ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 2 കോളാണുള്ളത്. ഒന്ന് എന്താണ് യൂണിറ്റിൻ്റെ കോളം എന്നുള്ളത്, മറ്റൊന്ന് അതിൻ്റെ വാല്യൂവിൻ്റെ കോളം എന്നുള്ള 2 കോളാണ് ഇവിടെ ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്താണ് ഇവിടെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ള ഓരോന്ന് നമ്മൾ എടുക്കുമ്പം അത് ഞാൻ ജസ്റ്റ് റൗണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ള എത്രയാണ്? 24,000 ആണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്ത് ഏതുള്ളത് പ്രോസസ് എൻ്റെ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഉള്ളത് കൺസ്യൂംഡ് ആയിട്ടുള്ളത് എത്രയാണ്? 24,000 എന്ന് പറയുമ്പം അത്രയാണ് അതിൻ്റെ വാല്യൂ ആണ്. അത്ര 24,000 എന്നുള്ളത് വാല്യൂ ആണ്. ആ വാല്യൂ ഇവിടെ എഴുതി. ഇത് കുറച്ച് ചെറുതായിട്ട് എഴുതുന്ന മൊത്തം അതിലത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ. അവിടെ ഒന്ന് ക്ലാരിറ്റി കൂട്ടി കാണാൻ ശ്രമിക്കാം. ഇനി പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതായത് പ്രോസ് എൻ്റെ യൂണിറ്റ് എത്രയാണ്? 37,000 ആണ് പ്രോസ് എൻ്റെ യൂണിറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ 37,000 എന്നുള്ളത് അതുപോലെ ഇവിടെ എടുത്തെഴുതുന്നു. ഓക്കെ, അത് ഇല്ല, ഡൗട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇനി ഡയറക്റ്റ് വേജസ് എത്രയുണ്ട്? 6,400 ആണ് ഡയറക്റ്റ് വേജസ് എന്നുള്ളത്. ഏത് പ്രൊഡക്റ്റ് പ്രോസ് എയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് വേജസ് എത്രയാണ്? 6,400. അത് അതേപോലെ ഇവിടെ എടുത്തെഴുതുന്നു 6,400 എന്നുള്ളത്. ദെൻ മെഷീൻ എക്സ്പെൻസ് 3,600 ഉണ്ട്. മെഷീൻ എക്സ്പെൻസ് എന്നുള്ളത് ഞാൻ ഷോർട്ടാക്കി എന്നോട് എഴുതുന്നത് മെഷീൻ എക്സ്പെൻസ് എത്രയുണ്ട്? 3,600 എത്രയുണ്ട് മെഷീൻ എക്സ്പെൻസ് ഉണ്ട്. അതും നമ്മൾ പരിഗണിച്ചു. ഇനി ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 2,000 രൂപ ഫാക്ടറി കോസ്റ്റ് ഉണ്ട്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എടുത്തെഴുതി. ഫാക്ടറി കോസ്റ്റ് എത്രയുണ്ട്? 2,000 രൂപ എന്നുള്ളത്. ഇതെല്ലാം ക്വസ്റ്റ്യനകത്ത് നോക്കിയിട്ട് അതേപോലെ എടുത്തെഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പ്രോസസ് എൻ്റെ അക്കൗണ്ട് എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 24 6,400 ഈ ഒരു വാല്യൂ എന്നുള്ള ആഡ് ചെയ്യുന്നു. അതായത് 37,000 ആണ് ഇവിടെ. ഇത് യൂണിറ്റ് കോളാണ്.
ഇത് വാല്യൂ കോളാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് യൂണിറ്റ് കോളാണ്, ഒന്ന് വാല്യൂ കോളാണ്. ഞാനിവിടെ എഴുതാനൊരു താഴത്തും വരക്കണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് കോളം വരച്ചത് മാത്രമേ എഴുതുമ്പോൾ യൂണിറ്റ് കോളം എന്ന് എഴുതാം, അടുത്തെന്നാണ് വാല്യൂ കോളം എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം. ഇനി പ്രോസ് ചെയ്യേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസ് ചെയ്യേണ്ട അതിനടുത്തുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കാം. പ്രോസ് ചെയ്യേണ്ട വേസ്റ്റേജ് തന്നിട്ടുണ്ട്, അത്രയാണ് 1000 വേസ്റ്റേജ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യനകത്ത് ഇവിടെ എന്ത് ചെയ്യുക, വേസ്റ്റേജ് എത്രയുണ്ട്? 1000 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത് വേസ്റ്റേജ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സിൻ്റെ എൻ്റെ നമ്മൾ ബിയിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും അതിനകത്തില്ല. പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുമ്പം അതിനകത്ത് എത്രയാണുള്ളത്? ഈ എമൗണ്ട് താഴത്തേക്ക് അതേപോലെ എടുത്തെഴുതുന്നു. അതായത് 37,000, ഇത് എത്രയാണ്? 36,000 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ലോസ് കുറച്ചിട്ടുള്ള ബാക്കിയുള്ളതാണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞത്. എത്രയാണ്? 36,000 ആണ് ഇവിടുത്തെ യൂണിറ്റ് എന്നുള്ളത്. ഇവിടെ എത്രയാണ്? 36,000 ആണ് യൂണിറ്റ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36,000 ഡിവൈഡഡ് ബൈ 36,000, അതായത് 1 രൂപയാണ് അവിടെയുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി ഈ പ്രോസസ് എയുടെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ് ബിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങളിത് എഴുതുമ്പോൾ ഇവിടെ 2 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുതാം, ഇവിടെ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം എക്സാമിനൊക്കെ. ഇനി പ്രോസസ് ബീൻ്റെ അക്കൗണ്ട് നമ്മൾ ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ എങ്ങനെ എഴുതുന്നു? പ്രോസസ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? പ്രോസസ് ബീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 4000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 4000. എന്താണ് 4000 എന്ന് പറഞ്ഞാൽ? 4000 യൂണിറ്റാണ് 4000 എന്നുള്ളത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്? 4000 യൂണിറ്റ് എന്നുള്ളത്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പ്രോസസ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീവിയസ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ആ 1 ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. 4000 ഇൻറ്റു ഇതാണ് 1, അതായത് 4000 രൂപയാണ് ഇവിടുത്തെ വാല്യൂ എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതാണ് അടുത്ത വരുന്നത്. അതായത് പ്രോസസ്സ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എഴുതുന്നു. അത്രയാണ് 36,000 ആണ് യൂണിറ്റ് ഉള്ളത്. 36,000 തന്നെയാണ് വാല്യൂ ഉള്ളത്. ഓക്കെ, അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡയറക്റ്റ് റോ മെറ്റീരിയൽ കൺസ്യൂം ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 12,000 രൂപയുടെ ഡയറക്റ്റ് വേജസ് ഉണ്ട്. അത് അതേപോലെ തന്നെ എടുത്തെഴുതുന്നു. മെഷീൻ എക്സ്പെൻസ് എത്രയുണ്ട്? 3000 രൂപയുണ്ട് മെഷീൻ എക്സ്പെൻസ് എന്നുള്ളത്. 3000 രൂപയും അതേപോലെ തന്നെ നല്ല ക്വസ്റ്റ്യനകത്ത് ഉള്ളതാണ്. വേറെ ഒന്നും നമുക്കതിനകത്ത് മാറ്റാനൊന്നുമില്ല. അതിനകത്ത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫാക്ടറി കോസ്റ്റ് എത്രയുണ്ട്? 2250 എന്നുള്ളത് ഫാക്ടറി കോസ്റ്റ് ഉണ്ട്. ആ ഫാക്ടറി കോസ്റ്റും അതേപോലെ തന്നെ എടുത്തെഴുതും. ഇനി എന്ത് ചെയ്യുന്നു? ഈ കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 40,000 രൂപയാണ് ഇവിടെയുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ് യൂണിറ്റ് എന്നുള്ളത്. ഇനി ഈ ഒരു വാല്യൂ കോളം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 57,250 ആണ് എന്നുള്ള വാല്യൂ എന്നുള്ള കോളം വരുന്നത്. ഇനി അതേ എമൗണ്ട് നമ്മൾ ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫിഗറെല്ലാം ഇവിടെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ശ്രദ്ധിക്കുക. പ്രോസസ് ബീൻ്റെ വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയുണ്ട്? 1500 രൂപ എന്നുള്ളത് വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എൻ്റെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീൻ്റെതും എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ വേസ്റ്റേജ് എന്നുള്ള എത്രയാണ്? 1500 ആണ് വേസ്റ്റേജ് എന്നുള്ളത്. 1500 എന്നുള്ള യൂണിറ്റ് കൊള്ളത്തിനകത്ത് എഴുതുന്നു, വാല്യൂ കൊള്ളത്തിനകത്ത് ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് പ്രോസസ് ബീനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതെത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് 4000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന്. 4000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്കുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ പരിഗണിച്ചു. ഇനി പ്രോസസ് ബീനകത്ത് എന്ത് കൂടിയുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂയും കൂടി പ്രോസസ് ബീനകത്തുണ്ട്. എത്രയാണുള്ളത്? 1000 ആണ് ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 1000 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണുള്ളത്? 1000 എന്താണ്? യൂണിറ്റാണ് 1000 എന്നുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്? പ്രീവിയസ് പ്രോസസ്സിനെ നോക്കിയാൽ തന്നെ 1 രൂപയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള പ്രീവിയസ് പ്രോസസ്സിനകത്തുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്താണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് എന്ന് പറഞ്ഞാൽ അവിടെ
കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 രൂപയാണ്. ഓക്കെ, അപ്പോൾ 1000 രൂപയാണ് ഇവിടെയുള്ള കോസ്റ്റ് എമൗണ്ട് വരുന്ന 1000 രൂപയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടിനെ നിങ്ങൾ ചോദിക്കാം, താഴെ ചോദിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമ്മൾ ഇതേ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഉള്ളത് 1000 രൂപയാണ് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇനി നമ്മൾക്ക് എന്താണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇനി എഴുതാനുള്ളത്. അതായത് പ്രോസസ് സീൻ അക്കൗണ്ടിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോസസ് സീൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് തന്നിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയിറ്റ് തന്നിട്ടുണ്ട്. ലോസ് ഇൻ വെയിറ്റ് എന്നുള്ളത് പ്രീവിയസ് പ്രോസസ്സിൻ്റെ അകത്തുള്ള സ്റ്റോക്കും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് നമ്മളിവിടെ തരാത്തുള്ള എന്താണ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുള്ളത് ഇവിടെയുള്ള 37,000 മാത്രമേ തന്നിട്ടുള്ളൂ, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രോസസ് സീൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതുന്നത് 40,000-ൽ നിന്ന് 1500-ഉം 1000-ഉം കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ എഴുതുന്നത്. 37,500 ഇവിടെ എഴുതുന്നത്. ക്ലിയർ? 37,500. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് കൃത്യമായിട്ട് നോക്കുക. ഈ 37,500 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? 37,500 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുള്ളത് 40,000 മൈനസ് 1,500 മൈനസ് 1000, അതാണ് 37,500 എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ ഇവിടെ താഴെ എത്രയുണ്ട്? 57,250 താഴെയുണ്ട്. അതിനകത്തുള്ള ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ചാൽ എത്ര കിട്ടും? 56,250 ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ വാല്യൂ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇത്, അതായത് വാല്യൂ മൈനസ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂണിറ്റ് എന്നുള്ളത് 56,250 ഡിവൈഡഡ് ബൈ 37,500 ആണെന്ത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് 1.5 കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് വരുന്നത്. ക്ലിയർ? ഇനി അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അടുത്ത പ്രോസസ്സിനകത്ത് എന്തുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതിലാണ് 16,500 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത്. എത്രയാണ് യൂണിറ്റ്? ഇതിൽ 16,500 യൂണിറ്റ് എന്നത്. ഒരു യൂണിറ്റിന് അത്രയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രീവിയസ് പ്രോസസ്സിൻ്റെ യൂണിറ്റാണ്, പെർ യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. പ്രീവിയസ് പ്രോസസ്സിൻ്റെ പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ് പ്രീവിയസ് പ്രോസസ്സിൻ്റെ പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്ന്. അപ്പോൾ ഇവിടുന്ന് 1.5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 16,500 ഇൻറ്റു 1.5 എന്നുള്ളത്, അതായത് 24,750 ഇവിടുത്തെ വരുന്നത് വാല്യൂ എന്ന്. 24,750 ഇവിടെ കിട്ടുന്ന വാല്യൂ എന്നുള്ള. ഇനി ബാക്കി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, കാരണം നമ്മളിവിടെ ഈ പ്രോസസ് സീൻ്റെ അക്കൗണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് എന്താണ്? പ്രോസസ് സിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇല്ലേ, അതായത് പ്രോസസ് ബി എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ബീൻ്റെ വാല്യൂ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത്. ബീൻ്റെ ഇവിടെയുള്ള കിട്ടിയിട്ടുള്ള ഈ വാല്യൂ ഇല്ല, ഇതിങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു. എത്രയാണ്? 37,500 എത്രയാണ്? 56,250 എന്നുള്ള. ഓക്കെ, അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് എഴുതി കഴിഞ്ഞു. ഇനിയുള്ളത് ഇവിടെ ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് നമ്മൾ ഇതെടുത്തിട്ടില്ല. ഡയറക്റ്റ് വേജസ് എത്രയുണ്ട്? ഡയറക്റ്റ് വേജസ് എന്നുള്ളത് 29,250 ഡയറക്റ്റ് വേജസ് ആണ്, അതെഴുതി. മെഷീൻ എക്സ്പെൻസ് എത്രയുണ്ട്? മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 3,600 രൂപയുടെ മെഷീൻ എക്സ്പെൻസ് ഉണ്ട്, അതും നമ്മൾ എഴുതി. ഇനി ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറി കോസ്റ്റിൻ്റെ എമൗണ്ട് ഉള്ള എത്രയാണ്? 2,400 ആണ് ഫാക്ടറി കോസ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഇവിടെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ വേസ്റ്റേജിൻ്റെ തന്നിട്ടുണ്ട്. വേസ്റ്റേജ് എത്രയുണ്ട്? 500 രൂപയാണ് വേസ്റ്റ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി. വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് എഴുതി. വേസ്റ്റേജ് എത്രയുണ്ട്? 500 രൂപയാണ് ഇവിടെ. 500 യൂണിറ്റാണ് വേസ്റ്റേജ്, രൂപയല്ല, 500 യൂണിറ്റാണ്. ഇതെല്ലാം യൂണിറ്റിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അല്ല, 500 യൂണിറ്റാണ് എന്ത്? വേസ്റ്റേജ് എന്നല്ല. അതിനെന്തില്ല? വാല്യൂ ഇല്ല. വേസ്റ്റേജ് 500 യൂണിറ്റാണ് വേസ്റ്റേജ് എന്നല്ല. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 5,500 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് അത്രയുണ്ട് എമൗണ്ട് 5,500 ക്ലോസ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് തന്നിട്ടുള്ളത് 5,500. അപ്പോൾ പെർ യൂണിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും. പ്രീവിയസ് പ്രോസസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 ആണ് പ്രീവിയസ് പ്രോസസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. 1.5, അതായത് 5,500 ഇൻറ്റു 1.5 ആണ്
വാല്യൂ വരുന്നത്. 8250 ഇവിടെ കിട്ടുന്ന വാല്യൂ എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കാം. ഇത്രയും ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? ഇനി എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പം കിട്ടുന്ന ഇവിടെ എത്രയാണ്? 54,000 ഇവിടെ വാല്യൂ. 54,000 ഇവിടെ എത്രയാണ്? 1,16,250 എന്നുള്ള 1,16,250. 54,000 1,16,250 എന്നുള്ള ക്ലിയർ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്ന പറയും. അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് നമ്മൾ മാറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് മാറ്റുന്ന വാല്യൂ എത്രയാണ്? ഇതിൻ്റെ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 54,000-ന് 5,500 കുറച്ചിട്ടുള്ള വാല്യൂ 48,000 യൂണിറ്റ്. എമൗണ്ട് എത്രയാണ്? 1,16,250-ൽ നിന്ന് 8,250 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 1,08,000. ഓക്കെ, അത്രയതിനകത്തുള്ളൂ. ഇതെല്ലാം എന്താണ്? ബാലൻസ് ഫിഗറാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും എന്ത് വേണം? കോസ്റ്റ് പെർ യൂണിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യണം. 1,08,000 ഡിവൈഡഡ് ബൈ 48,000 എന്നുള്ളത്. അതാണ് എന്ത്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ വരുന്നത് 2.25 ആണ്. ഓക്കെ, ഞാൻ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടില്ല. എന്താണ്? 1,08,000 ഡിവൈഡ് ബൈ 48,000. അതാണെന്ത്? 2.25 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോസ്റ്റ് ഈ ഒരു 37,500 കിട്ടിയത് എങ്ങനെയാണ്? അതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. കാരണം അതാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഈ 48,000 കിട്ടിയത് എങ്ങനെയാണ്? 48,000 കിട്ടിയത് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കും ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ടും ഇവിടെ എഴുതി അതിൻ്റെ ടോട്ടലിൽ നിന്ന് വേസ്റ്റേജും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ള കുറച്ചാണ് ഈ എമൗണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രോസ് കോസ്റ്റിനകത്ത് കുറേ കേസ് വരുന്നുണ്ട്. അതായത് ഓരോ സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇതിൽ എന്താണ്? ലോസ് ബൈ തന്നിട്ടുണ്ട്, പ്രീവിയസ് പ്രോസ് എന്താണ്, സ്റ്റോക്ക് നോൺ ആണ്, അങ്ങനെയുള്ള കേസിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. അതുകൊണ്ടൊന്ന് എന്നിട്ട് കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് SIക്കൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രോസസ് കോസ്റ്റിങ്ങിനകത്തുള്ളത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പലപ്പോഴും കാണുന്നൊരു ഭാഗം കൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ ചോദിക്കാം. പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൊമേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല ക്ലാസ്സുകളും എല്ലാ ദിവസവും ഓരോ ക്ലാസ്സിലായിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.